എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നിവിടെ എത്തിയിരിക്കുന്നത് ഒരു പ്രത്യേകതരം ഒരു സക്കുലൻറ്റ് ബോട്ട്, ഒരു 3D ഷേപ്പുള്ള ഒരു സക്കുലൻറ്റ് ബോട്ട് ഉണ്ടാക്കാനാണ്. അപ്പോൾ ഇതിന് നമുക്ക് മോൾഡൊന്നും വേണ്ട, മോൾഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഈ ഷീറ്റ്, അത് ഈ ഗ്ലാസ് കടയിലൊക്കെ കിട്ടുന്ന ഷീറ്റാണിത്. ഗ്ലാസിൻ്റെ പുറകിലൊക്കെ വെക്കാൻ പറ്റുക ഈ പഴയ സീലിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഷീറ്റാണിത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തൊരു പെൻറ്റഗൺ, അതായത് 5 സൈഡുള്ള പെൻറ്റഗൺ വരച്ചെടുക്കണം. അപ്പോൾ 5 സെൻറ്റിമീറ്ററാണ് ഞാനൊരു സൈഡിന് എടുക്കുന്നത്. അപ്പോൾ പെൻറ്റഗൺ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ. അതിന് ഒരു ആംഗിൾ, അതായത് അതിൻ്റെ ഉള്ളിലുള്ള ഒരു ആംഗിൾ എന്ന് പറയുമ്പോൾ 108 ഡിഗ്രിയാണ് വരുന്നത്. നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാം, 108 ഡിഗ്രിയാണ് അതിൻ്റെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ അതുപോലെ അളന്ന് 5 സെൻറ്റിമീറ്റർ സൈഡുള്ള പെൻറ്റഗൺ നമുക്ക് ഇതിൻ്റെ അകത്ത് വരച്ച് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ പെൻറ്റഗൺ ഉപയോഗിച്ച് നമുക്കൊരു 3D ഷേപ്പ് ഉണ്ടാക്കണം. അപ്പോൾ ആ ഷേപ്പിനെ പറയുന്നതെന്ന് പറഞ്ഞാൽ പോളിഹെഡ്രോൺ എന്നാണ്. അതായത് ഈ പോട്ടിൻ്റെ പേരും അങ്ങനെ തന്നെയാണ്, പോളിഹെഡ്രോൺ പോട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിത് 5 സെൻറ്റിമീറ്റർ സൈഡ് വരുന്ന 11 പീസ് പെൻറ്റഗൺ നമുക്ക് വേണം. അപ്പോൾ ഈ ഷീറ്റ് നമുക്ക് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ അകത്തുനിന്ന് വരച്ച് കഴിഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഷീറ്റ് കിട്ടാത്തൊരു വിഷമിക്കൊന്നും വേണ്ട. ഈ നമ്മുടെ എക്സ്റേ എടുക്കുന്ന ഫിലിമൊക്കെ ഉണ്ടല്ലോ, അതായാലും മതി. കൂടുതൽ സൈസ് ഉള്ളത്, അതായത് കൂടുതൽ വലിപ്പം, 5 സെൻറ്റിമീറ്ററിന് മേളിലോട്ട് വരുന്നതൊന്നും നമുക്ക് എക്സ്റേ ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. കറക്റ്റ് ഷേപ്പ് കിട്ടില്ല, അത് വളഞ്ഞൊക്കെ പോകുക ഷീറ്റ്. കുറച്ച് കട്ടിയുള്ള ഷീറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ വലിപ്പം കൂട്ടാൻ സാധിക്കും. അതായത് കട്ടിയുള്ള ഷീറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കനമുള്ള അതിൻ്റെ അകത്തോട്ട് സിമെൻറ്റ് എത്ര ഒഴിച്ചാലും അത് വള്ളി പോകില്ല. അതായത് ഇങ്ങനെ കർവായിട്ട് വരില്ല, കറക്റ്റ് സ്റ്റഡി ആയിട്ട് നിന്നോളും, ഫ്ലാറ്റ് സർഫസ് ആയിട്ട് നിന്നോളും. അപ്പോൾ ഈ ഷീറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 5-6 സെൻറ്റിമീറ്റർ വലിപ്പം വരുന്ന ടൈപ്പ് ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. പിന്നെ ഈ ഷീറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ പോസ്റ്റുകളിലും ഈ തെങ്ങുകളിലൊക്കെ റോഡ് സൈഡിലൊക്കെ നമ്മൾ ഈ പരസ്യങ്ങളൊക്കെ കൊടുത്തേക്കണം കാണാം, പരസ്യത്തിൻ്റെ. അത് ഈ ഷീറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് കിട്ടിയാലും മതി. അപ്പോൾ നമുക്ക് 11 പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്, വലിയ 5 സെൻറ്റിമീറ്ററിൻ്റെ. പിന്നെ നമുക്ക് ഒരു ചെറുതും കൂടെ വേണം അതിൻ്റെ, അതായത് ഉള്ളിലോട്ടുള്ള അച്ചുണ്ടാക്കാൻ, ഉള്ളിലോട്ടുള്ള മോൾഡ് ഉണ്ടാക്കാനായിട്ടാണ്. അതായത് ഒരു 3.5 സെൻറ്റിമീറ്റർ സൈഡ് വരുന്നുണ്ട് അതിന്. അത് നിങ്ങൾ 5 സെൻറ്റിമീറ്റർ കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് നമ്മൾ ചെറുതാക്കി എടുത്താൽ മതി ഒരെണ്ണം. പിന്നെ ഉള്ളിലോട്ടുള്ള അച്ചുണ്ടാക്കാനായിട്ട് ഒരു റെക്റ്റാങ്കിളും കൂടെ വേണം. അതായത് ഒരു 3.5 സെൻറ്റിമീറ്റർ വീതിയും നീളം, അതിൻ്റെ ആഴം എത്ര, അതായത് ഉൾഭാഗത്തിൻ്റെ ആഴം എത്രയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ പീസും കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് അസംബിൾ ചെയ്തെടുക്കണം, അതായത് ഇതൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ സെല്ലോ ടേപ്പ് വെച്ച് നമുക്ക് ഒട്ടിച്ചാൽ മതി. അതായത് നമുക്ക് പിന്നെ വീണ്ടും ഇത് അഴിച്ച് മാറ്റേണ്ടതാണ്. ഇത് അഴിക്കാൻ നേരം, ഫുള്ള് മെത്തേഡ് കഴിയാൻ നേരം ഇത് അഴിച്ച് മാറ്റുമ്പോൾ സെല്ലോ ടേപ്പാണ് സുഖം, അതായത് ഒളിച്ചെടുക്കാനൊക്കെ അതാ സുഖം. അപ്പോൾ ഇത് തമ്മിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. എല്ലാവരും ജോയിൻ ചെയ്യുമ്പോൾ സെല്ലോ ടേപ്പ് കറക്റ്റ് കോർണർ ഫുള്ള് നമ്മൾ ഒട്ടിച്ചെടുക്കുക. അതായത് നമ്മൾ ഒട്ടിക്കുമ്പോൾ ഈ കർവായിട്ടൊന്നും വരരുത്. അതായത് നമ്മൾ സെല്ലോ ടേപ്പ് കറക്റ്റ് ആ മൂലവശങ്ങളിലും എല്ലാം കറക്റ്റായിട്ട് ഫുൾ ഒട്ടിച്ച് വെക്കണം. കർവ് ചെയ്ത് നിൽക്കരുത്, നല്ല വൃത്തിയായിട്ട് തന്നെ എല്ലാവരും ചെയ്യണം. ഈ കർവ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പോട്ടിൻ്റെ ഷേപ്പ്, അതായത് അതിൻ്റെ എഡ്ജസും കാര്യങ്ങളൊക്കെ കർവ് ചെയ്ത് വരും. പിന്നെ അത് കാണാനും അങ്ങനെ ഇത്ര വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. എല്ലാവരും ആദ്യത്തെ പിക്ചറൊക്കെ കണ്ടു കാണുമല്ലോ, അതുപോലെ ആവണമെങ്കിൽ കറക്റ്റ് നമ്മൾ കോർണറെല്ലാം കറക്റ്റ് സെല്ലോ ടേപ്പ് ഒട്ടിക്കണം. സെല്ലോ ടേപ്പ് കുഞ്ഞു പോകാതെ സൂക്ഷിക്കണം. അതായത് നല്ലപോലെ പശയുള്ള ടൈപ്പ് സെല്ലോ ടേപ്പ് അടിക്കണം. അതായത് തീരെ കുറഞ്ഞതൊന്നും ഉപയോഗിക്കരുത്. അപ്പോൾ നമുക്ക് ഈ മുകളിലോട്ടുള്ള ഭാഗങ്ങളുമൊക്കെ ഒട്ടിച്ചെടുക്കാം. അത് നല്ല കോർണറൊക്കെ കറക്റ്റ് പക്കായിട്ട് ഒട്ടിക്കുക. ഫസ്റ്റ് ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ പോരായ്മകളെല്ലാം മനസ്സിലാവും. അപ്പോൾ രണ്ടാമത് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ആദ്യം ചെയ്തപ്പോൾ ആ കോർണർ വശങ്ങളും എഡ്ജസൊക്കെ കുറച്ച് വളഞ്ഞു വന്നു. പിന്നെ എനിക്കതിൻ്റെ കറക്റ്റ് ഐഡിയ രണ്ടാമത് ചെയ്തപ്പോൾ കറക്റ്റ് മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ രണ്ടാമത് ഈ വീഡിയോ പറയുന്നത്. അപ്പോൾ അതായത് എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. എല്ലാവരും കറക്റ്റായിട്ട് ചെയ്യുക. കോർണറൊക്കെ കറക്റ്റ് ഒട്ടിച്ചില്ലെങ്കിൽ ഷേപ്പിന് വ്യത്യാസം വരും. ഈ നമ്മൾ ഉൾവശം ഒട്ടിക്കുന്നതോടുകൂടി തന്നെ അതിൻ്റെ പുറം ഭാഗം, അതായത് പുറത്തുള്ള ജോയിൻറ്റുകളും ഒട്ടിക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് സിമെൻറ്റ് ഒഴിച്ച് കഴിയുമ്പോൾ ഈ വെയിറ്റ് കൊണ്ട് ഈ ഷീറ്റിന് പുറത്തോട്ടൊരു പുള്ള് വരും. അപ്പോൾ
അങ്ങനെ ഒരു പുഷിങ് ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരുമ്പോൾ ഈ സെല്ലോ ടേപ്പിൻ്റെ ഇത് ഒലിഞ്ഞു വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒലിയുമ്പോൾ ഇത് അടന്നു പോകും, അതായത് നമ്മുടെ ഈ ഓരോ പീസും അടന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തുനിന്നും കൂടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലം നമുക്ക് ഒഴിവാക്കിയെടുക്കാം. അപ്പോൾ ഇനി മുകളിലോട്ടുള്ള പീസുകൾ ഒട്ടിക്കുകയാണ്. പുറത്തുള്ള എഡ്ജസ് നല്ലപോലെ ഒട്ടിക്കുക. എനിക്കത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ഒരു 25 മിനിറ്റ് വരുന്നൊരു വീഡിയോ ആയിരുന്നു. ഞാനിപ്പോൾ അത് കട്ട് ചെയ്ത് ഒരു 14 മിനിറ്റ് ആക്കിയത്. കാരണം എനിക്ക് ആ പുറത്തൊട്ടിക്കുന്ന ആ ഒരു പോർഷൻ മിസ്സായിട്ടുണ്ട്. അത് കാരണം കാണിക്കാൻ പറ്റില്ല. ഇതേപോലെ ഫുൾ സൈഡ് ഒട്ടിക്കണം, അടിയിലും മൊത്തം ഫുള്ള് ഒട്ടിച്ചെടുക്കാം. സിമ്പിളാണ് നമുക്ക് പോട്ട് ഉണ്ടാക്കിയെടുക്കൽ, അത്ര പ്രയാസമുള്ള കാര്യമല്ല ഇത്. പിന്നെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ചില പോരായ്മകളുണ്ടാവും. അത് രണ്ടാമത്തെ ഇതിൽ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് പരിഹരിക്കാൻ പറ്റും. കറക്റ്റ് എവിടെയൊക്കെയാണ് വീഴ്ച പറ്റിയെന്ന് അറിയാൻ പറ്റും. അത് കാരണം വലിയ പ്രശ്നം ഉണ്ടാവുന്നതല്ല. ഇനി ഉള്ളിലോട്ടുള്ള അച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 3.5 സെൻറ്റിമീറ്ററിൻ്റെ എഡ്ജ് വരുന്ന ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ആ റെക്റ്റാങ്കിൾ പീസൊക്കെ അതിലോട്ട് ഒട്ടിച്ചെടുക്കാം. ആകെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ സെല്ലോ ടേപ്പൊക്കെ കറക്റ്റായിട്ട് ഒട്ടിച്ചെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ കറക്റ്റ് അത് നോക്കിക്കഴിയുമ്പോൾ എല്ലാ ബാക്കിയുള്ളതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് അല്ല എഡ്ജ് തിരിഞ്ഞ് കറക്റ്റ് കിട്ടും നമുക്ക്. അതാണ് വീണ്ടും പറയണത്, കറക്റ്റായിട്ട് ഒട്ടിക്കുക. ഒട്ടിച്ചില്ലെങ്കിൽ നമുക്ക് കറക്റ്റ് എഡ്ജസ് ഒന്നും കറക്റ്റ് കിട്ടില്ല. അപ്പോൾ ഉൾവശത്തോട്ടുള്ളതും നമ്മൾ ഫുൾ ഒട്ടിച്ചു. അതായത് ഫുള്ള് ഞാനത് സെല്ലോ ടേപ്പ് ഇട്ടിട്ടുണ്ട്. അതായത് ആ ഉള്ളച്ചിൻ്റെ പുറമേ ഉള്ള ഭാഗങ്ങൾ ഫുള്ള് സെല്ലോ ടേപ്പ് ഒട്ടിക്കുക. അതായത് അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ പുറമെ നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ മറ്റേ ആ ഷീറ്റിലാവുമ്പോൾ കറക്റ്റായിട്ട് ആ ഓയിൽ പിടിച്ചിരിക്കണമെന്നില്ല. സെല്ലോ ടേപ്പ് ആകുമ്പോൾ നമുക്ക് ഊരിയെടുക്കാനും ഓയിൽ അപ്ലൈ ചെയ്യാനും ഒക്കെ ഈസി ആയിരിക്കും. അപ്പോൾ നമുക്കിനി വൈറ്റ് സിമെൻറ്റ് ഒരു പാത്രത്തിലോട്ട് ഈ ഒരു ഞാനിപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന അളവാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു 800-900 ഗ്രാം, അതായത് 1 കിലോക്ക് 100 ഗ്രാം കുറവ്, ആ ഒരു അളവ് നമുക്ക് എന്തായാലും വേണ്ടി വരും ഈ ഒരു പോട്ട് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് 30 രൂപ, 1 കിലോ 30 രൂപ വൈറ്റ് സിമെൻറ്റ് വരുന്നുള്ളൂ. അപ്പോൾ എങ്ങനെ നോക്കിയാലും ലാഭം തന്നെയാണിത്. ഇങ്ങനെയുള്ളൊരു പോട്ടൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 200-250 രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത് പൊട്ടിപ്പോവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല സ്ട്രോങ് ആണ് സാധനം, നല്ല കട്ടിയുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നും വരില്ല. അപ്പം ഒരു 30 രൂപക്കുള്ള 25 രൂപക്കുള്ള വൈറ്റ് സിമെൻറ്റ് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ വൈറ്റ് സിമെൻറ്റ് ഫുള്ള് ഞാൻ കലക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഉള്ളിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് വെള്ളം, അതായത് ഉണക്ക ടൈപ്പിൽ ആക്കരുത്. ഇത്തിരി കുറുകിയ കുറുകിയ പോലെ ഇരിക്കണം. അതായത് നമുക്ക് എയർ ബബിൾസൊക്കെ ഉള്ളിൽ ട്രാപ്പാകാൻ സാധ്യത. അപ്പോൾ നമുക്ക് വെള്ളം കുറച്ച് ഇതാണ്, വെള്ളമുള്ള സിമെൻറ്റാണ്. അതായത് കുറച്ച് കുറുകിയ ടൈപ്പാണെങ്കിൽ നമുക്ക് ഈ എയർ ബബിൾസൊക്കെ ഒന്നിങ്ങനെ തട്ടിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തോട്ട് പോയിക്കും. അതിലും കുറച്ചൊക്കെ ഉണ്ടാവും. അത് നമുക്ക് അവസാനം രണ്ടാമതൊരു കോട്ടിങ്ങും കൂടെ അടിക്കേണ്ടി വരും. അതായത് എയർ ബബിൾസ് കാണുന്ന ഭാഗത്തൊക്കെ കുറച്ചും കൂടെ സിമെൻറ്റ് തേച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വൃത്തിയുടെ അറിയില്ല. എന്നാലും നമ്മൾ വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ എയർ ബബിൾസൊക്കെ നമുക്ക് തട്ടി കളയാം, ഈസിയായിട്ട് കളയാം. ഇതേപോലെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഉള്ളച്ചിൻ്റെ പുറം ഭാഗം നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്യാം. എന്ത് ഓയിലായാലും കുഴപ്പമില്ല, നമുക്കത് ഊരിയെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. നല്ലപോലെ അപ്ലൈ ചെയ്യുക. ഇനി നമുക്കിത് കറക്റ്റ് സെൻറ്റർ, അതിൻ്റെ ഉള്ളിൽ കറക്റ്റ് സെൻറ്ററാക്കി നമുക്കത് താത്തി വെക്കാം. അപ്പോൾ നമുക്കത് പുറത്തോട്ട് തള്ളി വരുന്നത് കാണാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഇതേപോലെ അടിച്ച് ആ ബബിൾസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബബിൾസൊക്കെ ഇങ്ങനെ പതിയെ തട്ടി പുറത്തോട്ട് കളയാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ഇത് പുറത്തോട്ട് തള്ളി വരുന്നതിന് മുകളിൽ എന്തെങ്കിലും വെയിറ്റ്, ചെറിയ ഓടും കഷ്ണമോ കല്ലോ എന്തെങ്കിലും മുകളിൽ വെച്ച് കൊടുക്കുക. ഇനി ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് മൊത്തം ഉണങ്ങിയിട്ടുണ്ടാവില്ല. ഞാൻ ഉള്ളച്ച് ഊരാൻ വേണ്ടിയിട്ടാണ് 2 മണിക്കൂർ പറഞ്ഞത്. അല്ല വെയിലുള്ള സ്ഥലത്താണ് ഇരിക്കണമെങ്കിൽ ഒരു 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉള്ളിലുള്ള അച്ച് ഊരിയെടുക്കാം.
തീരെ ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഊരാൻ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ടാണ് ഒരു 2 മണിക്കൂർ ഞാൻ പറയുന്നത്. 2 മണിക്കൂറിന് ശേഷം വളരെ കെയർഫുള്ളായിട്ട് ഊരുക. അതായത് ചട്ടി ഫുള്ള് ഉണങ്ങിയിട്ടുണ്ടാവില്ല. അപ്പോൾ പെട്ടെന്ന് വെപ്രാളത്തിനൊക്കെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എഡ്ജസ് എല്ലാം ഫുള്ള് ഡാമേജ് ആവും. അപ്പോൾ ഞാനിവിടെ ഊരിക്കഴിഞ്ഞ് ഇനി അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഹോൾ ഇടണം. അതായത് വെള്ളം പോകാനായിട്ടുള്ള താഴെ ഭാഗത്തായിട്ടുള്ള ഒരു ഹോള് ഇട്ടിട്ടുണ്ട്. ഞാൻ ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞ് ഞാനിത് പുറത്തുള്ള മോൾഡ് മൊത്തം അഴിക്കുകയാണ്. അതായത് നമുക്ക് ആ ഒട്ടിച്ച സെല്ലോ ടേപ്പ് മൊത്തം ഈ ഒരു ബ്ലേഡ് കൊണ്ട് നമുക്ക് കീറിയെടുക്കാം. ഇപ്പോഴും ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടാവില്ല. 24 മണിക്കൂറാണ് സെറ്റിങ് വൈറ്റ് സിമെൻറ്റ്. അപ്പോൾ ഈ ഒരു ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സാൻഡ് ചെയ്യാനും നമുക്ക് അതായത് റഫ് എഡ്ജസൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റിയൊരു ടൈമാണ്. അതായത് നല്ലപോലെ ഉണങ്ങിയിട്ട് നമ്മൾ ഈ ബോർഡിലൊക്കെ എഴുതുന്ന ചോക്കിൻ്റെ ഒരു പരിവായിട്ടുണ്ടാവും വൈറ്റ് സിമെൻറ്റ്. അതായത് നമുക്കൊരു ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ ചിരണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റഫ് എഡ്ജസൊക്കെ നമുക്ക് കളയാൻ പറ്റും. അങ്ങനത്തെ ഒരു ടൈമാണ് ഈ ഒരു 4-5 മണിക്കൂർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആ റഫ് എഡ്ജസൊക്കെ നമുക്കൊരു ബ്ലേഡ് കൊണ്ട് ചിരണ്ടി കളയാവുന്നതാണ്. അപ്പോൾ ടൈമിങ് കറക്റ്റ് എല്ലാവരും ശ്രദ്ധിക്കുക. ഒരു 24 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ഫുള്ള് കല്ല് പോലെ ആയിപ്പോകും. അപ്പോൾ നമ്മൾ കറക്റ്റ് ടൈമിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് മൊത്തം കട്ട് ചെയ്ത് ഞാൻ ഊരുകയാണ്. അപ്പോൾ കാണാം, ഇപ്പോൾ എഡ്ജസൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് തന്നെ നമുക്ക് കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. കർവിങ്ങും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എഡ്ജസിന്. അപ്പോൾ നമുക്കിനി ഈ ഒരു ബ്ലേഡ് കൊണ്ട് ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് ചുരണ്ടി മാറ്റാൻ സാധിക്കും. അതായത് ഈ റഫായിട്ട് നിൽക്കണം, അവിടെ ഏറിയും കുറഞ്ഞൊക്കെ നിൽക്കും. അത് കറക്റ്റ് നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനൊരു മോൾഡ് ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഉണ്ടാക്കാൻ സാധിക്കില്ല, മോൾഡ് ഉണ്ടാക്കി ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ വെച്ച് എന്തെങ്കിലുമൊക്കെ കാണിക്കാനേ പറ്റുള്ളൂ. കറക്റ്റ് ആ ഒരു എഡ്ജസൊക്കെ കറക്റ്റാക്കി എടുക്കാനും ഇതിനും. എന്നാലും ഞാനിപ്പോൾ ആദ്യം ഉണ്ടാക്കിയത് വെച്ച് നോക്കുമ്പോൾ ഇതിന് എഡ്ജസൊക്കെ നല്ല കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഞാൻ ആദ്യം ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ പുറത്ത് സെല്ലോ ടേപ്പ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് പുറവച്ചിൻ്റെ പുറം ഭാഗത്ത് സെല്ലോ ടേപ്പ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ഒരു ചെറിയ പ്രോബ്ലമൊക്കെ ഉണ്ടായിരുന്നു, ഒരു കർവിങ് ഒക്കെ വന്നു എഡ്ജസിന്. അപ്പോൾ അങ്ങനെ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ പുറത്ത് സെല്ലോ ടേപ്പ് പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനത്തെ പ്രശ്നം വന്നില്ല. അതായത് കറക്റ്റ് എഡ്ജസൊക്കെ നല്ല കറക്റ്റ് ഷാർപ്പായിട്ട് കിട്ടി. ഇനി റഫായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ ചിരണ്ടി കഴിഞ്ഞു. ഇനി കുറച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാനത് ഈ ബ്ലേഡ് കൊണ്ട് തന്നെ ചെറിയ വരയിട്ട് ഒരു ഡയമണ്ട് ഷേപ്പിൽ പെൻറ്റഗൺ ഷേപ്പിൽ ഞാനൊരു ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല എനിക്ക്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഹോൾ വിട്ടിട്ടുണ്ട് ഞാൻ. ഇതോടുകൂടി നമ്മുടെ മേക്കിംഗ് പ്രൊസീജിയറൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കിത് ഈസി ആയിട്ട് വെച്ച് അലങ്കരിക്കാം. അപ്പോൾ ഒരു 24 മണിക്കൂർ വരെ നമുക്കിതിന് വെള്ളം നനച്ച് കൊടുക്കണം. അല്ലെങ്കിൽ കുറേ നാൾ കഴിയുമ്പോൾ ഇത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വെള്ളം നല്ലപോലെ നനച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് അതായത് ട്രയാങ്കിളും സ്ക്വയറും വെച്ച് നമുക്ക് ഉണ്ടാക്കാം. ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാം. അത് വേറൊരു ഷേപ്പാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഇങ്ങനത്തെ ഒരു വീഡിയോ കിട്ടാനായിട്ട് ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് വീഡിയോ ചെയ്യാനായിട്ടൊരു ഉന്മേഷമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും കൂടെ തന്നെ ഉണ്ടാവും. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. പിന്നെ അറിയുന്നവർ, അതായത് ഫ്രണ്ട്സുമായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യുക. എല്ലാവർക്കും ചാനലൊക്കെ റീച്ച് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി നല്ല നല്ല വീഡിയോസ് ചെയ്യാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.